ക്യാമറ ആണ് പ്രശ്നം. അത് രാത്രി ആയാലും ഇങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് അത് തിരിഞ്ഞ് അന്ന് പരാതി പെട്ടപ്പോൾ പോലീസ് വന്നപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞു നീങ്ങി. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഇങ്ങോട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു പൈസന്റെ ഇതിൽ കളിച്ചിട്ട് ചെയ്യാണ്. പോലീസുകാർ ഇതുവരെ വന്നു നോക്കിയിട്ടില്ല. അയാള് പാവല്ല എന്നാണ് ഒരു ഓഫീസർ എന്നോട് പറഞ്ഞത്. അയാള് പാവാണെന്ന്. അപ്പൊ നമ്മള് ക്രൂരന്മാരാണ്. നമസ്കാരം. നമ്മുടെ വീടിന്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ സുരക്ഷയെ കരുതി CCTV ക്യാമറകൾ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ 24 മണിക്കൂറും തങ്ങളുടെ വീട്ടിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു CCTV ക്യാമറയെ ഭയന്ന് സ്വൈര്യ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായതിന്റെ കഥയാണ് കോഴിക്കോട് ഫറൂഖ് പരുത്തിപ്പാറ പള്ളിമീത്തൽ 4 സെന്റ് കോളനി സ്വദേശിയായ മുസ്തഫയ്ക്കും കുടുംബത്തിനും പറയാനുള്ളത്. തങ്ങളുടെ വീടിന്റെ നേരെ എതിർവശത്തുള്ള ഒരു ഗോഡൌണിലെ CCTV ക്യാമറയാണ് ഇത്തരത്തിൽ 24 മണിക്കൂറും തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കണ്ണു തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഭാര്യയും പ്രായപൂർത്തിയായ മകളും ഒക്കെ ഇത് കാരണം തന്നെ പുറത്തിറങ്ങാനും പെരുമാറാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂലമായ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടത് എന്താണ്? പോലീസ് പരാതി പെട്ടിട്ട് അവരോട് വന്ന് നോക്കിയിട്ട് പോയിട്ട് ഇവരെ എന്താ ഇത് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അവിടെ പോയി മൊഴി എടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു പിറ്റേന്ന് വരാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. ബുദ്ധിമുട്ട് ആ ക്യാമറ ആണ് പ്രശ്നം. അത് രാത്രി ആയാലും ഇങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് അത് തിരിഞ്ഞ് അന്ന് പരാതി പെട്ടപ്പോൾ പോലീസ് വന്നപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞു നീങ്ങി. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഇങ്ങോട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് അവിടുന്ന് പൊളിച്ച് മാറ്റണം. എനിക്ക് അതേ പറയാനുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. മുമ്പത്തേക്ക് പോലും വരാൻ കഴിയില്ല. നമുക്ക് അതിനൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോ ആ ക്യാമറന്റെ ഉള്ളുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേടി എന്താണെന്നറിയാം. പല ഇതുള്ളതല്ല ഇപ്പൊ ഫോണിലൊക്കെ ഓരോന്ന് കേൾക്കണാണ്. അതുപോലെ എന്തെങ്കിലും വന്നൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ മോളാണ് ഇപ്പൊ പ്രായപൂർത്തിയായി. അപ്പൊ നമ്മളെ പൈപ്പിൽ വെള്ളം എടുക്കാൻ പോണതൊക്കെ അതിലാണ്. അപ്പൊ എനിക്ക് ഈ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് തലക്ക് മുതലേ ഒരു പണി തന്നിട്ടാണ് ഒരു പണി തുടങ്ങിയത്. പിന്നെ ഇപ്പൊ എന്റെ മോന് കല്ലെടുത്തെറിഞ്ഞ് മറ്റൊക്കെ പറഞ്ഞിട്ട് മോന് പുറത്തേക്കും കൂടെ ഇറങ്ങാത്തൊരു മോനാണത്. ഒരു മോനും ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞതാ. നമ്മളെ റെസിഡൻസിക്കാരൊക്കെ അവർക്ക് കൂട്ടാണ്. നമ്മള് മാത്രമേ ഉള്ളൂ ഒത്താശ ഇല്ലാത്തവർക്ക്. ഒരു പൈസന്റെ ഇതിൽ കളിച്ചിട്ട് ചെയ്യാണ്. അല്ലാതെ അവർക്ക് ഇതിപ്പോ ക്യാമറ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന ക്യാമറ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വെച്ച ക്യാമറ പിന്നെ രണ്ടാമട്ടും ഇങ്ങോട്ട് തിരിച്ചു വെച്ച് പോലീസുകാർ ഇതുവരെ വന്നു നോക്കിയിട്ടില്ല. പിന്നെ ഇത് വരാനും കൂടി പറ്റില്ല. 4 സെന്റ് ഭൂമിയുള്ള ഇതിൽ പെട്ട സ്ഥലമാണ്. അപ്പൊ അത് ഇവിടെ ഉദ്യോഗസ്ഥന്മാര് ഫുള്ളും കൈക്കൂലിയല്ലേ വാങ്ങിക്കുന്നുള്ള നല്ല ഉറപ്പുണ്ട്. ഓല് പൈസ വാങ്ങിയിട്ട് ആദ്യം പറഞ്ഞത് ഇത് വരാൻ പറ്റില്ല എന്ന് ഓല് പറഞ്ഞു. പിന്നെ ഓല് പറഞ്ഞു അത് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് എങ്ങനെയല്ലേന്ന്. അയാള് പാവല്ല എന്നാണ് ഒരു ഓഫീസർ എന്നോട് പറഞ്ഞത്. അയാള് പാവാണെന്ന്. അപ്പൊ നമ്മള് ക്രൂരന്മാരാണ്. അതാണ് എന്റെ ചോദ്യം. അയാള് പാവല്ലേ, അയാൾക്കകത്ത് വന്നോട്ടെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ സുപ്രീം കോടതിന്റെ എന്തോ ഇതുണ്ട്, ഇതിവിടെ വരാൻ പറ്റില്ല. എന്നിട്ട് ഇതിവിടെ വരുന്നു. ഇത് എത്ര കാലമായിരുന്നു? ഞാൻ 2-2.5 കൊല്ലായി ഞാൻ ഇതിനെ വൈത്താലെ പോണി. ആരുമില്ല, സപ്പോർട്ട് നമുക്ക് ആരുമില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മുസ്തഫയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ നേരെ എതിർവശത്തുള്ള ഈ ഫാക്ടറിയും ഗോഡൌണും മറ്റും. ഇത് മുസ്തഫ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് ഇത്തരത്തിൽ ഫാക്ടറി ആരംഭിക്കണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി ആവശ്യമാണെന്നിരിക്കെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ അടുത്ത് സമീപിച്ചെങ്കിലും അവർ ആരും തന്നെ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളൊരു വലിയ ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു CCTV ക്യാമറയെ കൊണ്ടുള്ള ഉപദ്രവവും ആരംഭിക്കുന്നത്. മുസ്തഫയുടെ ഭാര്യയും മകളും മാത്രമായിരിക്കും പലപ്പോഴും വീട്ടിലുണ്ടാവുക. ആ സമയത്തെല്ലാം തന്നെ ഈ CCTV ക്യാമറ എപ്പോഴും തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് തന്നെ വെച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് വീട്ടുമുറ്റത്ത് ഇറങ്ങാനോ പെരുമാറാനോ എന്തിനാ കുടിവെള്ള ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള അപശബ്ദങ്ങളും അവിടെ നിന്ന് ഉയരുകയും ചെയ്യാറുണ്ട്. നിരവധി അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ സുരക്ഷയുടെ വലിയ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ പരാതി നൽകിയിരുന്നത്. എന്നാൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ത് തന്നെയായാലും നമ്മൾ ഈ കമ്പനിയുടെ ഉടമസ്ഥരുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് തങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തെറ്റായ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കേസ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കാരണം കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതും കമ്പനിയുടെ ഉടമസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേവലം ഒരു വീടിന്റെയോ അല്ലെങ്കിൽ മുസ്തഫയുടെയോ മാത്രം വിഷയമല്ല. പലപ്പോഴും CCTV ക്യാമറകൾ നമ്മുടെ സ്വകാര്യതയെ ഹനിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേലും തങ്ങൾക്ക് ഒരു അനുകൂലമായ നടപടി അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്തഫയും കുടുംബവും ഇപ്പോഴും കഴിയുന്നത്.